അദ്ദേഹത്തിന് ചില വിഷമങ്ങളുണ്ട് എന്ന് പറഞ്ഞ സമയത്ത് സംസ്ഥാന അധ്യക്ഷൻ അതറിഞ്ഞ സമയത്ത് അദ്ദേഹത്തെ നേരിട്ട് വിളിച്ചിരുന്നു. സംസ്ഥാന പ്രസിഡന്റ് കഴിഞ്ഞാൽ ഞങ്ങളുടെ പാർട്ടിയിൽ ഏറ്റവും പവർഫുള്ളായിട്ട് സംഘടനാ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ജനറൽ സെക്രട്ടറിമാരാണ്. 4 ജനറൽ സെക്രട്ടറിമാരാണുള്ളത്. അതിൽ ഒരു ജോർജ് കുര്യൻ ജി ഇപ്പോൾ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് തന്നെ ഉണ്ടെങ്കിലും കേന്ദ്രമന്ത്രി ആയതുകൊണ്ട് ആ ജോലിക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അതേ കാറ്റഗറിയിലുള്ള മറ്റൊരു ജനറൽ സെക്രട്ടറി അദ്ദേഹത്തെ നേരിട്ട് പോയി കണ്ടു, കാര്യങ്ങൾ സംസാരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ പാർട്ടിക്ക് ചെയ്യാൻ സംസ്ഥാന പ്രസിഡന്റ് നേരിട്ട് വിളിക്കുന്നു, ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വന്നാൽ സംസാരിക്കാൻ ഞാനിവിടെ ഉണ്ട് എന്ന് പറയുന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി നേരിട്ട് അദ്ദേഹത്തെ കാണാൻ വേണ്ടി അയക്കുന്നു. ഞങ്ങൾ പാർട്ടി ഉന്നത നേതാക്കന്മാർ സംസാരിച്ചതിന് ശേഷം അദ്ദേഹത്തിനുണ്ടായ മാനസിക വിഷമം എന്തെങ്കിലും ഉണ്ട്, ഏതൊരു പ്രവർത്തകനായാലും അത് ചുമതല നോക്കാതെ തന്നെ ചേർത്ത് നിർത്തുവാനും പരിഹരിക്കുവാനും ഏറ്റവും നന്നായിട്ട് ഇടപെടുന്നുണ്ടാണല്ലോ ഞങ്ങൾക്ക് പ്രസ്ഥാനത്തിന് അധികാരം MLA MP ഒന്നും ഇല്ലാതെ ഇങ്ങനെ പോകുന്നത്. ഇത് കെ സുരേന്ദ്രൻജി മുൻകൈ എടുത്ത് ഇക്കാര്യങ്ങൾ ചെയ്തു. അതിലപ്പുറം കേരള പാർട്ടി ഘടകത്തിന് എന്താണ് ചെയ്യാൻ പറ്റുന്നത്? അപ്പോൾ അതൊന്നും പോരാ. സംസ്ഥാന അധ്യക്ഷൻ നേരിട്ട് വീട്ടിൽ വന്ന് സംസാരിക്കണമെന്നൊക്കെ ആരെങ്കിലും ഒരു നിലപാടെടുത്താൽ ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്കാൻ വിനയപുരസരം പറയുകയാണ്. കാരണം ഞങ്ങളുടെ ഈ പാർട്ടിക്ക് ഒരു സിസ്റ്റമുണ്ട്. ആ സിസ്റ്റം പോലും ഇത്രയും കാലം ബോധ്യപ്പെട്ടില്ല എന്ന് ആണെങ്കിൽ ഞങ്ങൾക്ക് എന്താ പറയാൻ പറ്റുന്നത്? ഇനി എടുത്തത് കൊണ്ട് ലാഭമാണോ നഷ്ടമാണോ എന്നൊക്കെ നമുക്ക് വരാൻ പോകുന്ന ദിവസങ്ങളിൽ കാണാമല്ലോ. ഇപ്പോൾ സ്നേഹത്തിൻ്റെ കടയിലേക്ക് ഞാൻ വന്നു എന്ന് പറയുമ്പോൾ ഞാനിന്നിപ്പോൾ ആ സ്നേഹത്തിൻ്റെ കടയിൽ നോക്കിയത് കണ്ടത് ബഹുമാനപ്പെട്ട കെ സുധാകരനും ശ്രീ VD സതീശനും കൂടി ഇരിക്കുന്നതാണ്. ഈ സ്നേഹത്തിൻ്റെ കടയിൽ ഞാൻ കുറ്റപ്പെടുത്തിയൊന്നുമല്ല അവരെ. കുറച്ച് ദിവസം മുമ്പ് ഒരു പത്രസമ്മേളനത്തിന് VD സതീശൻ വരാനായിട്ട് 2, 3, 5 മിനിറ്റ് താമസിച്ചപ്പോഴേക്കും ഏത് തരത്തിലുള്ള സ്നേഹ അഭിസംബോധനയാണ് KPCC പ്രസിഡന്റ് ചെയ്തതെന്ന് നമുക്കറിയാം. ഒടുവിൽ ഷാനിമോൾ ഉസ്മാൻ തൊട്ടടുത്തിരുന്നിട്ട് മൈക്കിരിക്കണം ചാനലിരിക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ രക്ഷപ്പെട്ടു. പിന്നെ സ്നേഹപൂർവ്വം തിരുവനന്തപുരത്ത് മുണ്ടിരിഞ്ഞെടുത്തതെന്ന് നമുക്കറിയാം. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ എന്തായാലും ശരി, സ്നേഹത്തിൻ്റെ കടയിലേക്ക് അങ്ങനെ ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന സ്നേഹം ഞങ്ങളുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പോയി നേരിട്ട് സംസാരിക്കുക എന്നുള്ളതാണ്. ആ സ്നേഹം കൊടുത്തു. അതിലപ്പുറം ഞാൻ നേരത്തെ പറഞ്ഞ മറ്റുള്ള സ്നേഹമൊക്കെ ആണെന്നുണ്ടെങ്കിൽ സ്നേഹം വാരി ചൊറിയട്ടെ, വാങ്ങട്ടെ. നിങ്ങളുടെ സംസ്ഥാന അധ്യക്ഷന്റെ സ്നേഹത്തിന് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ അത് പരിഹരിക്കേണ്ട ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് സംസ്ഥാന അധ്യക്ഷനിൽ നിക്ഷിപ്തമല്ലേ? അദ്ദേഹത്തിന് പോകാൻ കഴിയാത്ത എന്തെങ്കിലും ഈഗോ പ്രശ്നമുണ്ടോ? ഈഗോ പ്രശ്നമല്ല. സംസ്ഥാന അധ്യക്ഷൻ നേരിട്ട് വിളിച്ചു. ചില കാര്യങ്ങൾ സാധിക്കും, ചില കാര്യങ്ങൾ സാധിക്കില്ല, സാധിക്കാത്ത കാര്യങ്ങൾ സാധിക്കില്ല എന്ന് തന്നെ ഞാൻ പറയും. സംസ്ഥാന അധ്യക്ഷൻ നേരിട്ട് വിളിച്ചു. സംസ്ഥാന അധ്യക്ഷൻ്റെ പ്രതിനിധിയായിട്ട് തൊട്ട് അടുത്ത പാർട്ടി ചുമതലയുള്ള സംസ്ഥാന ജനറൽ സെക്രട്ടറി നേരിട്ട് പോയി സംസാരിച്ചു. ഇതാണ് ഞങ്ങളുടെ പാർട്ടിയിൽ പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു മെക്കാനിസം. ഇനി മാധു നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്. ചാനൽ ചർച്ചയിലൂടെ ഈ അടുത്ത കാലത്തായി ഉയർന്നു വന്ന നേതാവ് എന്നൊരു വാക്ക് മാധു ഉപയോഗിച്ചു. ഇല്ല, ഉപയോഗിച്ചിട്ടില്ല. ചാനൽ ചർച്ചയിലൂടെ അതിനു മുൻപും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പശ്ചാത്തലമുണ്ട്. ഈ പറയുന്ന മോദി ഭരണമേറ്റതിന് ശേഷം അദ്ദേഹത്തിന്റെ വാക്കുകൾ അതേപോലെ ചാനൽ ചർച്ചകളിലും കിട്ടാവുന്ന എല്ലാ വേദികളിലും ഉറക്കെ പറഞ്ഞിട്ടുള്ള ആൾ എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ചാനൽ ചർച്ചകളിലൂടെ മാത്രം ഉയർന്നു വന്നത് എന്ന് പറയുന്ന നിരീക്ഷണം എന്റേതല്ല, അങ്ങേക്ക് മാറിപ്പോയതായിരിക്കും. അല്ല, ഞാൻ പറയട്ടെ, അല്ല പശ്ചാത്തലമൊക്കെ താങ്കളെക്കാൾ എനിക്കറിയാവുന്ന ആളാണല്ലോ. കാരണം ഞാൻ യുവമോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന ആളാണല്ലോ കേരളത്തിൽ. അപ്പോൾ ആരൊക്കെ യുവമോർച്ചയുടെ മണ്ഡലങ്ങളിൽ കേരളത്തിലുണ്ടായിരുന്നു എന്നും ആരൊക്കെ യുവമോർച്ചയുടെ ജില്ലാ ഭാരവാഹികളായിരുന്നു ആ 3 വർഷം ത്രൂ ഔട്ട് കേരളത്തിൽ യാത്ര ചെയ്ത് പ്രവർത്തിച്ച ആളാണ്. അവരൊക്കെ ഇന്നത്തെ ഇപ്പോൾ ഒരു 3-4 ജില്ലയുടെ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റുമാർ ഉൾപ്പെടെ എൻ്റെ യുവമോർച്ച ടീമിലുണ്ടായിരുന്നു. അപ്പോൾ A to Z എനിക്ക് അവരെയും അറിയാം, അവർക്ക് എന്നെയും അറിയാം. ഒരുമിച്ചൊരു സംഘടനയിൽ പ്രവർത്തിക്കുമ്പോഴേക്കും ഷെയർ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട്. കേരളത്തിലുള്ള ആ സമയത്ത് യുവമോർച്ചയെ പ്രവർത്തിച്ച ഏറെക്കുറെ എല്ലാ പ്രവർത്തകരുമായിട്ട് ഹൃദയബന്ധമുണ്ട്. ഇങ്ങനെ ചാനൽ ചർച്ചകളിലൂടെ മാത്രം ഉയർന്നു വന്ന ഒരു നേതാവ് ആണ് സന്ദീപ് വാര്യർ. അദ്ദേഹത്തിന് അർഹിക്കാത്ത തരത്തിലുള്ള ഒരു ഫെയിം കിട്ടുന്നുണ്ട്, അദ്ദേഹത്തിന് അർഹിക്കാത്ത തരത്തിലുള്ള ഒരു ആരാധക വൃന്ദം സപ്പോർട്ട് ചെയ്യാനുണ്ട് തുടങ്ങിയിട്ടുള്ള കുറെ ഈഗോ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടോ BJP-യിൽ? ഞാൻ അങ്ങനെ ഒരു കാര്യവും പറഞ്ഞിട്ടില്ലല്ലോ. ഈ ചർച്ചയിൽ 7:30 തുടങ്ങിയത് മുതൽ ഈ നിമിഷം വരെ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഞാനൊരു ചോദ്യമായി ചോദിക്കുകയാണ്, ഒരു ചർച്ച അങ്ങനെ ഉണ്ടോ എന്ന് ഞാൻ ചോദിക്കായിരുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാനത് പറയില്ലായിരുന്നോ? അങ്ങ് പറയുമ്പോ BJP അങ്ങനെ ഒരു ഈഗോ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടെന്ന് അങ്ങ് പറയൂ. അങ്ങനെ ഒന്നും താങ്കൾ ചോദിക്കുമ്പോഴേക്കും ആ വാക്ക് ഞാൻ സമ്മതിച്ചില്ലെങ്കിലും എനിക്ക് പറയേണ്ട കാര്യങ്ങൾ ആശയം ഞാൻ സമ്മതിക്കും. ഇനി ഞാനൊരു കാര്യം പറയാം. എൻ്റെ ഒരു അനുഭവം പറയട്ടെ. ഞാൻ പറയട്ടെ. എനിക്കൊരു മിനിറ്റ് സമയം എന്താ? കാരണം ഇന്നിപ്പോൾ എല്ലാവരും കൂടെ ഞാനാണല്ലോ ഇതൊക്കെ മറുപടി പറയേണ്ട ആൾ.
അപ്പോൾ ഞാൻ അതായത് യുവമോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റായി ചില സമരങ്ങളൊക്കെ ചെയ്ത് മാധ്യമങ്ങളിലൊക്കെ ചാനൽ ചർച്ചയ്ക്കൊക്കെ വന്നപ്പോഴേക്കും കുറച്ച് ജനങ്ങളൊക്കെ എന്നെ അറിയപ്പെട്ടു തുടങ്ങി. സമരങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു, ചാനൽ ചർച്ചയിലൊക്കെ വരുന്നു. അപ്പോൾ തിരുവനന്തപുരത്ത് ഒരു 30-35 വർഷം പാർട്ടി കെട്ടിപ്പടുത്ത ഒരു മുൻ ജില്ലാ പ്രസിഡന്റ് ഞാനും കൂടി തിരുവനന്തപുരത്ത് ഒരു വ്യക്തിയെ കാണാൻ പോയി. കാണാൻ ചെന്നപ്പോഴേക്കും ആ മുൻ ജില്ലാ പ്രസിഡന്റിന് 30-35-40 കൊല്ലം കൊണ്ട് പാർട്ടി പ്രവർത്തിച്ച ആളാണ്. ഇപ്പോൾ പാർട്ടിയുടെ സംസ്ഥാന പറയുന്നത് ഇത് 2010-11 കാലഘട്ടമാണ് ഞാൻ പറയുന്നത്. എന്നെ കണ്ടപ്പോഴേക്കും അവർക്ക് ആ ജില്ലാ പ്രസിഡന്റിനോട് കാണിക്കുന്നതിനേക്കാൾ കൂടുതൽ സ്നേഹം എന്നോട് കാണിച്ചു. എന്നോടൊപ്പം ഒന്ന് ഫോട്ടോ എടുക്കുന്നു. അപ്പോൾ എനിക്ക് നല്ല ബോധമുള്ളതുകൊണ്ട് എനിക്കറിയാം ഞാൻ പാർട്ടിക്ക് വേണ്ടി അദ്ദേഹം കഷ്ടപ്പെട്ടതിൻ്റെ അത്രയൊന്നും കഷ്ടപ്പെട്ടിട്ടില്ല. ഞാൻ 4 ചാനൽ ചർച്ചകളിൽ വന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ 2 പഞ്ച് ഡയലോഗ് പറഞ്ഞപ്പോഴേക്കാണ് എന്നെ കൂടുതൽ അറിയപ്പെടുന്നത്. പക്ഷേ 35 കൊല്ലം മുമ്പ് പാർട്ടി ഉണ്ടാക്കാൻ വേണ്ടി BJP ഒന്നുമില്ലായിരുന്നപ്പോഴത്തേക്കും കഷ്ടപ്പെട്ടു വന്ന ആ നേതാവ് എടുത്ത അദ്ദേഹത്തിൻ്റെ 100-1 ഡെപ്ത് പോലും എനിക്കില്ലെന്ന് എനിക്കറിയാം. എനിക്ക് തലയ്ക്ക് അഹങ്കാരമില്ലാത്തതുകൊണ്ടും ഞാൻ ഈ പ്രസ്ഥാനത്തിൻ്റെ ആശയം ആദർശമൊക്കെ വിശ്വസിക്കുന്നുണ്ടും ഞാൻ ABVPക്ക് വേണ്ടി പോസ്റ്ററൊക്കെ ഒട്ടിച്ച് വന്നതുകൊണ്ടും എനിക്കൊരിക്കലും ഞാൻ ഈ മറ്റേ വാലികുൽക്കനെ ഒരു കിളിയുണ്ടല്ലോ അതുപോലെ ആയില്ല. എനിക്കൊരിക്കലും അഹങ്കാരം മുളച്ചില്ല. അതുകൊണ്ട് ഈ ചാനൽ ചർച്ചയിൽ രാജേഷ് വന്നാലും ഇനി വേറൊരാൾ വന്നു കഴിഞ്ഞാലും പാർട്ടി പ്രവർത്തനവും ചാനൽ ചർച്ചയും രണ്ടും രണ്ടാണെന്ന് തിരിച്ചറിയാനുള്ള ബോധം ഞങ്ങൾക്കൊക്കെ ഉണ്ട്. ഞങ്ങൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ മുൻകാല BJP പ്രവർത്തകർക്ക് കൂടി ഉൾപ്പെടുന്നതാണോ അതോ ഇപ്പൊ BJP ഉള്ളവർക്ക് മാത്രമാണോ? താങ്കൾ എങ്ങനെയാണ് മനസ്സിലാക്കി അങ്ങനെ തന്നെ ഞാൻ അങ്ങ് പറഞ്ഞല്ലോ എനിക്ക് അതിനൊരു ചോദ്യം വന്നാൽ പറയാനുള്ളത് ഞാൻ പറയും, ഡയറക്റ്റായി പറഞ്ഞില്ലെങ്കിലും എന്ന് അങ്ങ് പറഞ്ഞത് എനിക്ക് മനസ്സിലായിരിക്കുന്നു ശ്രീ VV രാജേഷ്. ഓക്കെ, മറ്റുള്ളവർക്ക് മനസ്സിലായിട്ടുണ്ടാകും.